ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ അത്. അപ്പോൾ അതിന് ആദ്യം തന്നെ മുട്ട ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ അതിനൊരു പാനിലേക്ക് 3 മുട്ടയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ചൂടായി വരുന്ന സമയത്ത് അതിൽ 2 വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ഉള്ളിത്തണ്ട് 1/2 കപ്പ് ചോപ്പ് ചെയ്ത്, ക്യാരറ്റ് 1 കപ്പ്, ക്യാബേജ് 1/2 കപ്പ്, ക്യാപ്സിക്കം 1/4 കപ്പ് ഇത്രയും ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് ഫ്രൈ ആവുമെന്ന് വേണ്ട, കുറച്ചൊന്ന് വാടി കിട്ടിയാൽ മതി. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വാടി വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയുടേത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 കപ്പ് ബോൺലെസ് ചിക്കൻ നേരത്തെ വേവിച്ച് വെച്ചാണ് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് ക്രഷ് ചെയ്തത് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസും 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും വെച്ച് കൊടുക്കുക. എന്നിട്ട് മിക്സാക്കി എടുക്കുക. ഇനി ചേർക്കേണ്ടത് റൈസാണ്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസ് നേരത്തെ വേവിച്ച് വെച്ചതാണ്. അപ്പോൾ 2 കപ്പ് ബസ്മതി റൈസിന് 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് ഉപ്പും ചേർത്ത് വേവിച്ചെടുത്താണ്. ഇതൊരു 70-80% വെന്താൽ മതി. ഒരുപാട് ഇങ്ങനെ വെന്ത് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത്രയും മതിയാവും. എന്നിട്ട് വേവിച്ച് ഊറ്റിയെടുത്തതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി, പെട്ടെന്ന് കഴിയും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇതിൻ്റെ ഒപ്പം നമുക്ക് കഴിക്കാൻ വേറൊരു കറിയുടെ ഒന്നും ആവശ്യമില്ല. അത് ചൂടോടുകൂടി ഇങ്ങനെ തന്നെ കഴിക്കാം. നല്ല രുചിയാണ്. അതുപോലെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ.